ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കാൻ ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുൻ ചെയർമാനും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ MV ജയരാജൻ നമുക്ക് പ്രതികരിക്കാൻ. MV ജയരാജൻ, ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, ഇത് 2005 തന്നെ ഇക്കാര്യം ഈ ഓൺലൈൻ ലോട്ടറി സംസ്ഥാനം നിരോധിച്ചു. 98 കേന്ദ്ര നിയമത്തിൻ്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ നിന്ന് സംസ്ഥാനം ഒരു വിധി സമ്പാദിക്കുകയും ചെയ്തു. അതായത് ഓൺലൈൻ ലോട്ടറി നിരോധിത മേഖലയാണ് സംസ്ഥാനം എന്ന തരത്തിൽ. പക്ഷേ മറ്റൊരു സംസ്ഥാനം, BJP ഭരിക്കുന്ന സംസ്ഥാനം, ഈ നീക്കവുമായി വരുമ്പോൾ അതിൻ്റെ പിന്നിൽ കേന്ദ്രത്തിൻ്റെ ഒരു പിന്തുണയുണ്ട്. ഈ പറയുന്നത് പോലെ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാങ്കേതികവിദ്യയുടെ ആ നൂലാമാലകളിൽ, സാങ്കേതികവിദ്യയുടെ ചതിക്കുഴികൾ പ്രയോഗിക്കാൻ കേന്ദ്ര സർക്കാരിനെ ചില ലോട്ടറി മാഫിയകൾ ഉപയോഗപ്പെടുത്തുകയാണ്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആ ഇലക്ട്രൽ ബോണ്ടിലടക്കം പണം നൽകിയ ലോട്ടറി മാഫിയകൾ കേരളത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നു. അതിന് BJP സർക്കാർ ഒത്താശ ചെയ്യുന്നു. ആരെന്ത് പരിശ്രമിച്ചാലും കേരള ഭാഗ്യക്കുറിയെ തകർക്കാനുള്ള ഒരു നീക്കത്തെയും ഭാഗ്യക്കുറി തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും ജനങ്ങളും അനുവദിക്കില്ല. ഭാഗ്യക്കുറി നേരത്തെ UDF സർക്കാർ നിരോധിച്ചതാണ്. അതിന് കാരണം അന്യസംസ്ഥാന ലോട്ടറി ചൂതാട്ടത്തിന്റെ സൗകര്യം ഇവിടെ ഒരുക്കുന്ന അന്നത്തെ UDF സർക്കാരിനെതിരെ നടത്തിയ സമരത്തെ തുടർന്നാണ്. അന്നാണ് വ്യാപകമായി ഓൺലൈൻ ലോട്ടറിയും വന്നത്. സാന്റിയാഗോ മാർട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു ലോട്ടറി കടകൾ ഓൺലൈനിലൂടെ ലോട്ടറി നടത്താൻ പറ്റുന്ന സംവിധാനത്തോടുകൂടി ഓരോ പ്രദേശത്തും ആരംഭിച്ചത്. അതിൽ കാശ് മുടക്കി പണവും നഷ്ടപ്പെട്ട് ജീവനും നഷ്ടപ്പെട്ട നിരവധി ആളുകളുണ്ട്. അതിനെ തുടർന്ന് ജനങ്ങളാകെ, പ്രത്യേകിച്ച് DYFIയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ ലോട്ടറിക്കെതിരെയുള്ള ഒരു ബഹുജന സമരം കേരളത്തിൽ വളർന്നു വന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് 2008 VS സർക്കാർ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ ലോട്ടറിയെ നിരോധിച്ചുകൊണ്ടുള്ള നിയമം കേരളം പാസാക്കിയത്. ആ നിയമത്തിനെതിരെ ലോട്ടറി മാഫിയ സംഘം സുപ്രീം കോടതി വരെ നിയമയുദ്ധം നടത്തി. പക്ഷെ ഒടുവിൽ സർക്കാരിന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചു. ഇന്ന് നിലവിൽ 98 കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ലോട്ടറി നിയന്ത്രണ നിയമമാണുള്ളത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പേപ്പർ ലോട്ടറി മാത്രമാണ് അനുവദനീയമായത്. അത് കേരളം കേന്ദ്ര നിയമം വരുന്നതിന് മുമ്പ് തന്നെ നടപ്പാക്കിയതുമാണ്. കടലാസ് ലോട്ടറി അല്ലാതെ ഓൺലൈൻ ലോട്ടറി വന്നാൽ അത് തട്ടിപ്പാണ്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് ഇക്കാലത്ത് വ്യാപകമായി നടക്കുകയാണ്. കേന്ദ്രത്തിന്റെ ആഭ്യന്തര മന്ത്രാലയവും കേരളത്തിലെ പോലീസും തുടർച്ചയായി ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകരുത് എന്നും ഓൺലൈനിൽ എന്തെങ്കിലും പണം നൽകുമെന്ന് വാഗ്ദാനം നൽകി പണം മുടക്കാൻ, ഏതെങ്കിലും ഗൂഗിൾ പേ വഴി പണമടക്കാൻ പറഞ്ഞാൽ അതിന് നിന്നുകൊടുക്കരുത് എന്നുമുള്ള പരസ്യം ഇപ്പോഴും നമ്മുടെ ചെവികളിൽ ടെലിഫോൺ എടുക്കുമ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഗോവയിൽ നിന്ന് ഓൺലൈൻ ലോട്ടറി ആരംഭിച്ചാൽ അത് സർവനാശത്തിലേക്ക് നാടിനെ നയിക്കും. കേന്ദ്ര സർക്കാർ അത് പൂർണ്ണമായി നിരോധിക്കണം. പുതിയ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തി ലോകത്ത് എവിടെ നിന്നും ഓൺലൈൻ ലോട്ടറി നടത്താം എന്ന നില വന്നതോടുകൂടി അത് ഒരു വൻ വിപത്തായി മാറുക തന്നെ ചെയ്യും. ഇനിയിപ്പോ കേരളത്തിൽ ഓൺലൈൻ ലോട്ടറി നടത്താൻ വേണ്ടിയിട്ടുള്ള കടകൾ വേണ്ട, ഓൺലൈൻ സംവിധാനം വേണ്ട. അതുകൊണ്ട് ഇത് അത്യന്തം അപകടകരമാണ്. അത് തടയുക തന്നെ വേണം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ലോട്ടറി ഡയറക്ടർ ഗോവൻ ലോട്ടറി ഡിപ്പാർട്ട്മെന്റിന് കത്തെഴുതിയത്. സംസ്ഥാന സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് കത്തെഴുതിയത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ആരെന്ത് പരിശ്രമം നടത്തിയാലും കേരളത്തിൽ ഓൺലൈൻ ലോട്ടറി അനുവദിക്കുകയില്ല. അതിന് ജനങ്ങൾ അതിനെതിരെ ശക്തമായ സമരം നടത്തും. നമ്മുടെ നാടിനെ ചൂതാട്ടത്തിലേക്ക് നയിച്ചുകൂടാ. MV ജയരാജൻ, താങ്കൾക്ക് തിരക്കുണ്ടെന്നറിയാം. പക്ഷെ ഒരു ചോദ്യം കൂടി, കാരണം ഇത് ഗോവ ഭരിക്കുന്നത് BJP ആണ്. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇലക്ട്രൽ ബോണ്ട് വഴി പണം നൽകിയത് സാന്റിയാഗോ മാർട്ടിനാണ്.
കേന്ദ്ര സർക്കാരിൻ്റെ നയം തന്നെ ഡിജിറ്റൽ ഇടപാടുകളിലേക്ക്, കറൻസി അടക്കം ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് മാറുക എന്ന തരത്തിലേക്ക്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തുക. കേന്ദ്രം ഒരുപക്ഷേ ഇതിന് അനുകൂലമായൊരു നിലപാടാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ, നിയമ ഭേദഗതി തന്നെ അവർ കൊണ്ടുവരികയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ്. അതിനെ നിയമപരമായി നേരിടും. പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാരെല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ എതിർക്കണം. കോൺഗ്രസിനൊരു കള്ളച്ചിന്ത നേരത്തെ ഉണ്ടായിരുന്നു. അവര് കള്ളക്കളി കളിച്ചത് കൊണ്ടാണ് അന്ന് ഓൺലൈൻ ലോട്ടറി ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വന്നത്. കെ ആന്റണിയുടെ കാലം മുതൽ തുടങ്ങിയതാണ്. ആ കള്ളക്കളി അവർ അവസാനിപ്പിക്കണം. ഓൺലൈൻ ലോട്ടറി ഇവിടെ നടന്നപ്പോൾ ആളുകൾ ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് ഇതിനെതിരെ ഒന്ന് ജനകീയ സമരം വേണം, രണ്ട് പാർലമെന്റിനകത്ത് അങ്ങനെയൊരു നീക്കം നടത്തുകയാണെങ്കിൽ ശക്തമായ ശബ്ദം ഉയരണം. പിന്നെ ഇതിലൂടെ ഒന്നും പരിഹാരമാവുന്നില്ലെങ്കിൽ നിയമയുദ്ധവും വേണ്ടിവരും. വളരെ നന്ദി ശ്രീ എം വി ജയരാജൻ, ഈ തിരക്ക് പിടിച്ച സമയത്തിനിടയിലും പ്രതികരിച്ചതിന്. ഏതായാലും